നമ്മളിന്ന് ലൈനിങ് ചുരിദാറിൻ്റെ ടോപ്പിൽ നിന്ന് അളവെടുത്തതിന് ശേഷം ആ ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ടോപ്പിൻ്റെ റെഡിമെയ്ഡ് ടോപ്പിൻ്റെ അളവെടുത്തിരുന്നു. ആ അളവനുസരിച്ചാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ലൈനിങ് ടോപ്പിന് 41 ഇഞ്ച് ഇറക്കം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ തുണി കടയിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ 4 നിരയായിട്ടാണ് കിട്ടുന്നത്. ഇങ്ങനെ തുണി അങ്ങനെ 2 മടക്കുള്ള തുണി 2 നിര, അപ്പം അങ്ങനെ 4 മടക്ക് 4 നിരയുള്ള തുണിയാണ്. അപ്പോൾ ആ തുണിയുടെ അരികെ നമ്മൾ ജൗളിക്കടയിൽ നിന്ന് മുറിക്കുമ്പോൾ ചിലപ്പോൾ ലെവലായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടത് ലെവലാകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ ഒരു വര കൊടുക്കും. ഇത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്, ലെവലിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു വര, ഒരു മാർക്ക് അതിൻ്റെ അടിയിൽ കൊടുക്കും. അതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ തയ്ച്ച് കഴിയുമ്പോൾ നമ്മുടെ ടോപ്പിന് 41 ഇഞ്ച് ഇറക്കം വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലൈനിങ് ആണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ലൈനിങ്ങിന് നമുക്ക് ഒരിക്കലും 41 ഇഞ്ച് ഇറക്കം വേണ്ട. ടോപ്പിന് 41 ഇഞ്ച് ഇറക്കമാണ്. അതിനേക്കാൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ലൈനിങ് കുറഞ്ഞു നിന്നാൽ മതി. അതായത് ടോപ്പിൻ്റെ ഇറക്കത്തേക്കാൾ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ലൈനിങ് കുറച്ച് മതി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ടോപ്പ് കട്ട് ചെയ്യുന്ന അതേ അളവിൽ നമ്മൾ ലൈനിങ് കട്ട് ചെയ്യരുത്. ലൈനിങ് നമ്മൾ 1 ഇഞ്ച് കുറച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതായത് ഈ ടോപ്പിൻ്റെ ഇറക്കം തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ടത് 41 ഇഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ച് കുറച്ച് നമ്മൾ 40 ഇഞ്ചിൽ കട്ട് ചെയ്യും. ഈ 40 ഇഞ്ചിൽ കട്ട് ചെയ്താൽ ഇതിൻ്റെ അടിവശം നമ്മൾ മടക്കി അടിക്കുമ്പോൾ ഇത് 39.5 ഇഞ്ച് കിട്ടും. അപ്പം 39.5 ഇഞ്ച് ലൈനിങ് പീസ് ഉണ്ടാവും, 41 ഇഞ്ച് ടോപ്പിൻ്റെ ഇറക്കം ഉണ്ടാവും തയ്ച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, തയ്ച്ച് കഴിയുമ്പോൾ ടോപ്പിൻ്റെ ഇറക്കം 41 ഇഞ്ചാണ്. അപ്പോൾ ലൈനിങ് ആണ് നമ്മൾ ആദ്യം മുറിക്കുന്നത്. അപ്പോൾ 41 ഇഞ്ച് നീളമുള്ള ആ ടോപ്പിനേക്കാൾ 1.5 ഇഞ്ചോ 1 ഇഞ്ചോ കുറച്ച് ലൈനിങ് നിന്നാൽ മതി. അതായത് 41 ഇഞ്ച് ടോപ്പിന് ഇറക്കം ഉണ്ടെങ്കിൽ ലൈനിങ്ങിന് 41 ഇഞ്ച് വേണ്ട, ഒരു 39.5 ഇഞ്ചോ 40 ഇഞ്ചൊക്കെ മതി. അപ്പോൾ ആ 40 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം ലൈനിങ്ങിൽ. അപ്പോൾ ലൈനിങ്ങിൽ ഞാൻ 40 ഇഞ്ചിൽ ടേപ്പ് വെച്ചേക്കാണ്, 40 ഇഞ്ചിൻ്റെ അവിടെ ടേപ്പ് വെച്ചേക്കാണ്. അതിനുശേഷം ഞാനിങ്ങനെ അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ക്യാമറയിൽ കിട്ടണമല്ലോ. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഇറക്കം വരുന്നത്. ഇതിപ്പോൾ 40 ഇഞ്ച്. ഇത് ലൈനിങ്ങിനാണ് 40 ഇഞ്ച്. ടോപ്പ് നമ്മളത് യഥാർത്ഥ തുണി കട്ട് ചെയ്യുമ്പോൾ അതിന് 41 ഇഞ്ച് കിട്ടത്തക്ക വേണം നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ അതിനേക്കാൾ 1 ഇഞ്ച് കുറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ 40 ഇഞ്ചിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ 40 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ സാധാരണ ആൾക്കാർ ചെയ്യുന്ന രീതിയിലല്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമുണ്ട്. അപ്പോൾ ഞാൻ ടോപ്പിന് അളവെടുത്ത സമയത്ത് ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു. ഞാൻ ഒരളവിന് വേണ്ടി ടേപ്പ് വെച്ച് കഴിയുമ്പോൾ അതിൽ തന്നെ ഞാൻ 4 അളവുകളാണ് മാർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോട്ടത്തോടു കൂടി 5 അളവ്. അതായത് ഈ ടേപ്പ് ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് 5 അളവ് മാർക്ക് ചെയ്യാം. ഒന്ന് നമുക്കതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. അപ്പോൾ ഇറക്കം നമ്മളിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് മാർക്ക് ചെയ്യാവുന്നത് ഇതിൻ്റെ കൈക്കുഴിയാണ്. കൈക്കുഴി അഥവാ റികാൾ എന്ന് പറയും. അപ്പോൾ ഈ ടേപ്പ് നമ്മൾ എടുക്കാതെ തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് എന്തൊക്കെ മാർക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തു, എന്നിട്ട് ആ ടേപ്പ് അവിടെ നമ്മൾ എടുക്കുന്നില്ല. ആ ടേപ്പ് അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്തു. കൈക്കുഴി 6.5 ഇഞ്ചാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ബ്രസ്റ്റിനുള്ള ലൈൻ മാർക്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ ബ്രസ്റ്റിനുള്ള ലൈൻ എന്ന് പറയുന്നത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മുതൽ
അതിൻ്റെ ബ്രസ്റ്റ് പോയിന്റ് വരെയുള്ള ലെങ്ത്ത് നമ്മൾ ആദ്യം എടുക്കും. ഷോൾഡറിൻ്റെ അവിടെ മുതൽ, അതായത് ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത ബാക്കും ഫ്രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്ത ഷോൾഡറിൻ്റെ ആ ജോയിൻറ്റ് മുതൽ ബ്രസ്റ്റിൻ്റെ ആ പോയിന്റ് വരെ, സെൻറ്റർ വരെ, അല്ലെങ്കിൽ ബ്രസ്റ്റ് നമ്മൾ സാരി ബ്ലൗസിനൊക്കെ ടക്കടിക്കുമ്പോൾ ഒരു പോയിന്റ് ഉണ്ടാവില്ല, ആ ബ്രസ്റ്റിൻ്റെ സെൻട്രൽ പോയിന്റ് വരെയുള്ള ഇറക്കം, അതാണ് 9.5 ഇഞ്ച്. അപ്പോൾ ആ 9.5 ഇഞ്ച് നമ്മൾ ബ്രസ്റ്റ് ലൈനിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന് ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തു, 2 കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്തു, അഥവാ റിഹാൾ മാർക്ക് ചെയ്തു, മൂന്നാമത് നമ്മൾ ബ്രസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തു. ഇവിടെയാണ് നമ്മൾ ബ്രസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 4ാമത്തെ അളവെന്ന് പറയുന്നത് ഇതിൻ്റെ വയർ വണ്ണം അഥവാ വേസ്റ്റ് വണ്ണം എന്ന് പറയും. അത് നമ്മൾ റെഡിമെയ്ഡ് ചുരിദാറിൻ്റെ ടോപ്പിൽ നിന്ന് അളവെടുത്തപ്പോൾ അതിൻ്റെ ഇറക്കം 14.5 ഇഞ്ചായിരുന്നു. അപ്പോൾ ആ 14.5 നമ്മൾ ഇതിന് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്ലിറ്റിൻ്റെ, അതായത് സ്ലിറ്റിൻ്റെ ഓപ്പൺ എവിടെ തുടങ്ങണമോ അവിടെ വരെയുള്ള ഇറക്കം, അതായത് ഞാനിങ്ങനെ പറയാം, ഹിപ്പിൻ്റെ അവിടെയുള്ള ലൂസ് മാർക്ക് ചെയ്യാനുള്ള ആ ലൈൻ നമ്മൾ മാർക്ക് ചെയ്യണം. അത് 20.5 ഇഞ്ചായിരുന്നു. അപ്പോൾ ആ 20.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ടേപ്പ് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര അളവ് മാർക്ക് ചെയ്യാം? ഒന്ന്, ഈ ടോപ്പിൻ്റെ ഫുൾ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യാം. ഫുൾ ഇറക്കം 40 ഇഞ്ച്, അത് നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ബ്രസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ വയർ വണ്ണത്തിൻ്റെ അവിടെയുള്ള ലൂസിനുള്ള ലൈൻ മാർക്ക് ചെയ്തു. പിന്നെ ഹിപ്പിൻ്റെ അവിടെയുള്ള ലൈൻ വരയ്ക്കേണ്ടതിന് നമ്മൾ ആ അളവ് മാർക്ക് ചെയ്തു. അപ്പോൾ 5 അളവ് ഈ ഒരു ടേപ്പ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 അളവ് ഒറ്റ ഇതിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം കൂടി പറയാം, ഇങ്ങനെ ടേപ്പ് ഒറ്റ പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് 5 അളവ് മാർക്ക് ചെയ്യാം. 1 ഇറക്കം മാർക്ക് ചെയ്യാം, 2 കൈക്കുഴി മാർക്ക് ചെയ്യാം, 3 ബ്രസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം, 4 വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം, 5 ഹിപ്പ് അളവ് മാർക്ക് ചെയ്യാം. ഇങ്ങനെ 5 അളവ് നമ്മൾ ഈ ഒരു പ്രാവശ്യം ടേപ്പ് വെക്കുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മളിങ്ങനെ ഈ മാർക്ക് ചെയ്ത ആ ലൈനുകളെല്ലാം നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. അത് സ്ലിറ്റിൻ്റെ ഭാഗമാണ്, ഇത് വേസ്റ്റിൻ്റെ ഭാഗമാണ്, ഇത് ബ്രസ്റ്റ് മാർക്ക് ചെയ്യാനുള്ള ലൈനാണ്, ഇത് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാനുള്ള ലൈനാണ്, അഥവാ കൈക്കുഴി. ആം ഹോള് മാർക്ക് ചെയ്യാനുള്ള ആം ഹോളിൻ്റെ ഇറക്കമാണിത്. ഇതിലാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യണത്. ഇത് ആം ഹോളിൻ്റെ ഇറക്കമാണിത്. ഈ ലൈനിൽ തന്നെയാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. ഇത് ബ്രസ്റ്റ് മാർക്ക് ചെയ്യാനുള്ള ലൈൻ, ഇത് വയർ വണ്ണം മാർക്ക് ചെയ്യാനുള്ള ലൈൻ, ഇത് ഹിപ്പ് മാർക്ക് ചെയ്യാനുള്ള ലൈൻ, അഥവാ സ്ലിറ്റ് എവിടെ തുടങ്ങണം എന്നുള്ള ആ അളവ് നമ്മൾ മാർക്ക് ചെയ്യാനുള്ള ലൈനാണിത്. അപ്പോൾ ഇനി നമുക്ക് അത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ടേപ്പ് ഒരു പ്രാവശ്യം വെച്ചാൽ നമുക്ക് 5 അളവുകൾ അതിനകത്ത് മാർക്ക് ചെയ്യാം. ഇറക്കം മാർക്ക് ചെയ്യാം, കൈക്കുഴി മാർക്ക് ചെയ്യാം, ബ്രസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം, ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം, വയർ വണ്ണം മാർക്ക് ചെയ്യാം, ഹിപ്പ് അളവ് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഷോൾഡറാണ്. ഇതിൻ്റെ ഷോൾഡർ നമ്മൾ അളവ് ടോപ്പിൽ നിന്ന് നമ്മൾ എടുത്തപ്പോൾ ഇതിൻ്റെ ഷോൾഡർ 13.5 ഇഞ്ചായിരുന്നു. അപ്പോൾ അളവ് ടോപ്പിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ഷോൾഡർ എടുത്തപ്പോൾ അത് 13.5 ഇഞ്ചായിരുന്നു. അപ്പോൾ 13.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അത് തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. അത് തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളതിങ്ങനെ നേരെ വരച്ചു. അപ്പോൾ ഷോൾഡറിൻ്റെ 13.5 ഇഞ്ച് ഷോൾഡറിൻ്റെ പകുതി, 13.5 ഇഞ്ച് 13.5 ഇഞ്ച് ഷോൾഡറിൻ്റെ പകുതി 6.25 ഇഞ്ച്. അപ്പോൾ 6.25 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. 6.25 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തു, 6.25 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തു. അവിടെ നമ്മളിങ്ങനെ നേരെ വരച്ചു. ഇതാണ് കൈക്കുഴിയുടെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കൈക്കുഴിയുടെ മാർക്കാണിത്. ഇത്ര ഇറക്കമാണ് കൈക്കുഴിക്ക് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കഴുത്തിൻ്റെ വീതിയാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കഴുത്തിൻ്റെ വീതി 6 ഇഞ്ചായിരുന്നു. അപ്പോൾ 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ച്, അത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്യണം.
ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ബ്ലൗസിൻ്റെ കഴുത്ത് വെട്ടുന്ന പോലെ ഇത് കഴുത്ത് വെട്ടുന്നില്ല. നമ്മൾ ഈ കഴുത്തിൻ്റെ വീതി അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു മാർക്ക് കൊടുക്കുന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേയിൽ കഴുത്ത് ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം തുണിയേൽ ഒട്ടിച്ചതിന് ശേഷം ഇതിൽ വെച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചടിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ കഴുത്ത് വെട്ടേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ലൈനിങ് യഥാർത്ഥ ടോപ്പിൻ്റെ പീസയും ലൈനിങ്ങും കൂടെ കൂടി അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കഴുത്ത് വക്രത്തിൽ ഇങ്ങനെ വെട്ടിയെടുക്കും. സ്പ്രേയിൽ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് പേപ്പർ സ്പ്രേയിൽ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലിങ്ങനെ വെച്ചടിക്കുകയാണ്. വെച്ചടിക്കുന്നത് കൊണ്ട് വെച്ചടിച്ചതിന് ശേഷമാണ് നമ്മൾ കഴുത്ത് മുറിച്ച് കളയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ കഴുത്ത് മുറിക്കുന്നില്ല. പക്ഷെ കഴുത്തിൻ്റെ വീതി എത്രയാണെന്ന് അറിയാൻ വേണ്ടി നമ്മളിവിടെ ഒരു മാർക്ക് കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ മാർക്കിൽ കഴുത്തിൻ്റെ പകുതി വീതി ആണ് കാണിക്കുന്നത്. അതായത് കഴുത്തുകാരൻ്റെ വീതി 6 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 3 ഇഞ്ച്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടണം. 4 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ തയ്യൽ തുമ്പിൻ്റെ ഈ ഷോൾഡറിൻ്റെ ഈ പോയിന്റിലേക്ക്, ഈ കഴുത്തിൻ്റെ ഈ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ ചെരിച്ചു വരയ്ക്കും. ഷോൾഡറിൻ്റെ ഈ പോയിന്റിൽ നിന്ന് കഴുത്തിൻ്റെ ഈ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ 4 ഇഞ്ച് ചെരിച്ചു വരയ്ക്കണം. ഇനി നമ്മളിവിടെ കൈക്കുഴി അല്ലെങ്കിൽ റിയകാൾ അല്ലെങ്കിൽ ആം ഹോൾ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് 6.5 ഇഞ്ചാണ് നമ്മൾ താഴ്ത്തി വെച്ചിരിക്കുന്നത്, ഇറക്കി വെച്ചിരിക്കുന്നത്. 6.5 ഇഞ്ചിൻ്റെ പകുതി, അതായത് 3.25 ഇഞ്ച്. അപ്പോൾ ഈ 3.25 ഇഞ്ച് നമ്മളിതിൻ്റെ സെൻറ്റർ കണ്ടു. ആം ഹോള് താഴ്ത്തി വരച്ചേക്കുന്ന ആ ലൈനിൽ അതിൻ്റെ നേർ പകുതി 3.25 ഇഞ്ച്, 6.5 ഇഞ്ചാണ് അതിൻ്റെ പകുതി 3.25 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ആ 3.25 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. അതായത് നമ്മൾ ടോപ്പിൽ നിന്ന് എടുത്ത അളവ് എന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. അപ്പോൾ 36 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. 18 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൻ്റെ മൊത്തം അളവിൻ്റെ 4/1 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ ടോപ്പിൽ നിന്ന് അളവെടുത്തത് കൊണ്ടാട്ടോ, തയ്ച്ച ടോപ്പിൽ നിന്ന് അളവെടുത്തത് കൊണ്ട് ആ സെയിം അളവ് നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് 36 ഇഞ്ചാണ് ടോപ്പിൻ്റെ അളവ്. ആ ടോപ്പിൻ്റെ ചുറ്റളവിൽ നിന്ന് അതിൻ്റെ 4/1 കണ്ടിട്ട് ആ 4/1 നമ്മൾ ഈ ചെസ്റ്റ് റിഗാലിൻ്റെ അല്ലെങ്കിൽ കൈക്കുഴിയുടെ ഈ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 4/1 എന്ന് പറയുന്നത് 9 ഇഞ്ച്, 4/9 36. ഒരു 1.25 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇടുകയാണ്. 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുകയാണ്. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ബ്രസ്റ്റിൻ്റെ അളവാണ്. ബ്രസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ അന്ന് അളവെടുത്തിരുന്നു. ബ്രസ്റ്റിൻ്റെ അളവും ചെസ്റ്റിൻ്റെ അളവും ഇതിന് തുല്യമായിട്ടാണ് നമ്മൾ അളന്നെടുത്തത്. അപ്പോൾ അതായത് ഇതിന് 36 ഇഞ്ച് ചെസ്റ്റും 36 ഇഞ്ച് ബ്രസ്റ്റും ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടോ, അതിൽ നിന്ന് തയ്ച്ച ടോപ്പിൽ നിന്നാണ് നമ്മൾ അളവെടുത്തത്. അതുകൊണ്ട് നമ്മൾ ആ സെയിം അളവ് തന്നെ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളവിടെ അതിൻ്റെ 4/1, അതായത് 36ൻ്റെ 4/1 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നു. 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പായിട്ട് അധികം ഇടുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് വയർ വണ്ണം അഥവാ വേസ്റ്റ് വണ്ണം എന്ന് പറയും, അല്ലെങ്കിൽ സെൻറ്റർ വണ്ണം എന്ന് പറയും, സെൻറ്ററിൻ്റെ ലൂസ്. അപ്പോൾ സെൻറ്ററിൽ ഉള്ള ലൂസ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന് തയ്ച്ച ടോപ്പിൽ നിന്ന് നമ്മൾ എടുത്തത് എത്രയാണോ അത്രയും തന്നെ നമ്മൾ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ എടുത്ത ടോപ്പിൽ നിന്ന് നമ്മൾ അളവെടുത്തപ്പോൾ 30 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ 30 ഇഞ്ചിൻ്റെ 4/1 എന്ന് പറയുന്നത് 7.5 ഇഞ്ച്. അപ്പോൾ ഈ ചുരിദാറിൻ്റെ അല്ലെങ്കിൽ ഈ ടോപ്പിൻ്റെ ടോപ്പ് തയ്ക്കാൻ നന്നാക്കണ വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഇച്ചിരി ബോഡി ഷേപ്പ് ഇച്ചിരി കൂടുതലുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് അറിയോ, നമ്മൾ ഇവിടെ ചെസ്റ്റിൻ്റെ ലൈൻ ഇങ്ങനെ നേരെ വരുമ്പോൾ ഇവർക്ക് ഒത്തിരി വയറിൻ്റെ ഭാഗം ഒത്തിരി ഇടുങ്ങിയാണ് നിൽക്കുന്നത്, ചുരുങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വയറുവണ്ണത്തിൻ്റെ അവിടെ 30 ഇഞ്ച് നമ്മൾ ടോപ്പിൽ നിന്ന് അളവെടുത്തു, അതിൻ്റെ 4/1 നമ്മൾ മാർക്ക് ചെയ്തു.
നമ്മളൊരു 1/2 ഇഞ്ച് ടക്കിനും കൂടെ വേണ്ടി മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ടക്ക് ഇട്ടെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് ടക്കിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഹിപ്പാണ് മാർക്ക് ചെയ്യുന്നത്. ഹിപ്പ് അഥവാ സ്ലിറ്റ് തുടങ്ങുന്നത് എവിടെയാണോ ആ ഭാഗത്ത് ലൂസാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ടോപ്പിൽ നിന്ന് അളവെടുത്തപ്പോൾ, അല്ലെങ്കിൽ റെഡിമെയ്ഡ് ടോപ്പിൽ നിന്നാണല്ലോ നമ്മൾ അളവെടുത്തത്, അവിടെ നിന്ന് അളവെടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 20.5 ഇഞ്ചാണ്. അപ്പോൾ 20.5 ഇഞ്ച് നമുക്ക് ടോപ്പിൽ നിന്ന് കിട്ടി. അപ്പോൾ ആ 20.5 ഇഞ്ച് നമ്മളിവിടെ അതിൻ്റെ പകുതി, അതായത് ടോപ്പിൽ നിന്ന് നമ്മൾ മൊത്തം എടുക്കുമ്പോൾ നമുക്ക് 41 ഇഞ്ചാണ്. 41ൻ്റെ പകുതി 20.5 ആണ്. 20.5യുടെ പകുതി 10.25 ആണ്. അപ്പോൾ ആ 10.25 ഇഞ്ച് നമ്മൾ, അതായത് ടോപ്പിൻ്റെ ഹിപ്പിൻ്റെ മൊത്തം അളവെന്ന് പറയുന്നത് 41 ആണ്. അതിൻ്റെ 4/1 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് 10.25. അപ്പോൾ 10.25 ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഈ 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു 1/4 ഇഞ്ചും പോയിന്റും വീതിക്ക് സ്ലിറ്റ് അടിക്കുമ്പോൾ അത് കാണാനൊരു ഭംഗി, അതിൽ കൂടുതൽ വീതി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ അത്ര ഭംഗിയില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടാൽ മതി. ഇനി നമുക്ക് അതിനെ താഴെ മാർക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലെയറിൻ്റെ അടിവണ്ണമാണ്. ഇതിൻ്റെ ഫ്ലെയറിൻ്റെ അടിവണ്ണം എന്ന് പറയുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ 21 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി 10.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഈ ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്, അതായത് സ്ലിറ്റ് ഇടാനായിട്ട് നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്തേക്കണേ ആ മാർക്കിൻ്റെ അതേ ലൂസ് തന്നെ താഴെ മാർക്ക് ചെയ്യുന്നതാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് അങ്ങനെ ചിലർക്ക് അങ്ങനെ തന്നെ മതി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫ്ലെയറിൻ്റെ അടിവണ്ണവും ഹിപ്പിൻ്റെ ഈ വണ്ണവും തുല്യമായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതായത് ഹിപ്പിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് 10.25 ഇഞ്ച്, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് 10.25 ഇഞ്ച്. അതിനുശേഷം 3/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിട്ടു. എന്നിട്ട് നമ്മൾ അത് തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിക്കുകയാണ്. ഒരു സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ മുകളിലേക്കുള്ള ഭാഗങ്ങൾ സ്കെയിൽ വെച്ച് നമ്മൾ വരച്ചെടുക്കണം. ബ്രസ്റ്റ് ലൈനും ചെസ്റ്റ് ലൈനും തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കണം. അപ്പോൾ അത് നമ്മൾ ഈ സ്കെയിലിൻ്റെ ചെറിയൊരു ഷേപ്പുള്ള ഭാഗമുണ്ട്, ചെറിയൊരു ഷേപ്പുള്ള ഭാഗം. അപ്പോൾ ഈ ചെറിയ ഷേപ്പുള്ള ഭാഗം നമ്മളിവിടെ വെക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അതിനുശേഷം നമ്മൾ സ്കെയിൽ ഇങ്ങനെ തിരിച്ചു വെക്കണം. ഇങ്ങനെ തിരിച്ചു വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ സെൻറ്റർ പോയിന്റിലേക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്മൾ പിന്നെ ഈ സ്ലിറ്റിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ ഷേപ്പ് കൊടുക്കുകയാണ്. ഉണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇവിടെ ഇങ്ങനെ പോയിന്റ് ആയിട്ട് വന്നു, ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് ത്രികോണം പോലെ വന്നു. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളതൊരു ചെറിയ ഷേപ്പ് ആക്കി കൊടുക്കും. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് വേണം. അതുപോലെ തന്നെ ഇവിടെയും ഒരു ഷേപ്പായിട്ട് വേണം. ഇങ്ങനെ പോയിന്റായിട്ട് നിൽക്കരുത്, ഒരു ഷേപ്പായിട്ട് വേണം. കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് വേണം. ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ പോയിന്റായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കരുത്. ഇങ്ങനെ അതിനുശേഷം നമ്മൾ അതിനെ തയ്യൽ തുമ്പ് അതേപോലെ തന്നെ നമ്മൾ ഷേപ്പ് കൊടുക്കണം. അതായത് നമ്മൾ ഈ 3/4 ഇഞ്ച്, ഇവിടെ നമ്മൾ 3/4 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കണം. സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ 3/4 ഇഞ്ചാണ്. അപ്പോൾ ആ 3/4 ഇഞ്ചിലേക്ക് നമ്മൾ ഈ ഷേപ്പ് യോജിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ്, ഇവിടെ നമ്മൾ ആ ഷേപ്പ് കൊടുക്കും. ഇവിടെ നമ്മളൊരു ചെറിയ ഷേപ്പ് കൊടുക്കും. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യാനുള്ളത് കൈക്കുഴിയാണ്, അല്ലെങ്കിൽ ആം ഹോളാണ്. ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ അതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇറക്കം, അതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തു. ആ സെൻറ്ററിൽ നമ്മൾ ഈ ഫ്രഞ്ച് സ്കെയില് അല്ലെങ്കിൽ
ആം ഹോൾ സ്കെയില് അല്ലെങ്കിൽ ആം ഹോൾ കർവ് എന്നൊക്കെ പറയും. അപ്പോൾ അത് നമ്മളിവിടെ ആ സെൻറ്ററിൽ മുട്ടിച്ച് താഴെ ലൈനിൽ മുട്ടിച്ച് നമ്മളതിങ്ങനെ വെക്കും. ഒന്നുകൂടെ പറയാം, ഈ സ്കെയിൽ നമ്മൾ ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് സ്കെയിൽ അങ്ങോട്ട് മാറി നിൽക്കണം, സെൻറ്ററിൽ മുട്ടി നിൽക്കണം, അടിയിലത്തെ ലൈനിൽ മുട്ടി നിൽക്കണം. അങ്ങനെ നിൽക്കുന്ന പൊസിഷൻ ഏതാണോ ആ പൊസിഷനിൽ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഇതിന് ഷേപ്പ് വരയ്ക്കണം. ഉണ്ടോ? ഇതാണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മളിതിനെ ഷേപ്പ് വരയ്ക്കണം. ഇതാണ് ഇതിൻ്റെ ആമോള്. അപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ആമോളിന് നമ്മൾ ഇറക്കി വെച്ച ആ ലൈനിൻ്റെ രണ്ടിൻ്റെയും കൂടി സെൻറ്റർ കാണണം. ആ സെൻറ്ററിൽ നമ്മൾ ഈ സ്കെയിൽ ഇങ്ങനെ മുട്ടിച്ച് വെക്കണം. അതേപോലെ തന്നെ ഈ സ്കെയിലിൻ്റെ അടിഭാഗം ഈ അടിയിലത്തെ വരയിൽ നമ്മൾ മുട്ടിച്ച് വെക്കണം. ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് പോയിന്റും ഇത് അകന്ന് നിൽക്കണം, ഇവിടെ നിന്ന് അകന്ന് നിൽക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഷേപ്പ് ശരിയാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ ഷേപ്പ് വരച്ചു. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആം ഹോൾ. അപ്പോൾ ഞാനിത് ഒന്നുകൂടി പറയാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ടേപ്പ് വെച്ച് ആദ്യം ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു. അപ്പോൾ ഇറക്കം 40 ഇഞ്ചായിരുന്നു. ആ 40 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ ആ ടേപ്പ് അതിൽ നിന്ന് എടുക്കാതെ തന്നെ നമ്മൾ അതിനകത്ത് 5 അളവാണ് മാർക്ക് ചെയ്തത്. ഇറക്കത്തോടു കൂടി നമ്മൾ 5 അളവ് മാർക്ക് ചെയ്തു. അപ്പോൾ ടേപ്പ് ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്ത അളവുകളൊക്കെ എന്ന് പറഞ്ഞാൽ 1 ഇറക്കം മാർക്ക് ചെയ്തു, 2 കൈക്കുഴി മാർക്ക് ചെയ്തു, 3 ബ്രസ്റ്റ് അളവിൻ്റെ അവിടെയുള്ള ലൈൻ മാർക്ക് ചെയ്തു, വയർ വണ്ണത്തിൻ്റെ അവിടെയുള്ള ലൈൻ മാർക്ക് ചെയ്തു, അഥവാ സെൻറ്ററിൻ്റെ അവിടെയുള്ള ലൈൻ മാർക്ക് ചെയ്തു, പിന്നെ നമ്മൾ സ്ലിറ്റ് ഇടാനുള്ള ആ ഭാഗത്തെ ലൈൻ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ 4 ലൈൻ മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടേപ്പ് എടുത്തത്. അതിനുശേഷം നമ്മൾ കൈക്കുഴിയുടെ ആ ലൈനിൽ തന്നെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തു. ഇതാണ് ചെസ്റ്റ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ബ്രസ്റ്റിൻ്റെ ലൈനിൽ നമ്മൾ ബ്രസ്റ്റ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇടവണ്ണം അഥവാ വയർവണ്ണം, അവിടെ നമ്മൾ വയർവണ്ണം മാർക്ക് ചെയ്തതിനോട് ചേർന്ന് നമ്മൾ 1/2 ഇഞ്ച് ടക്കിന് വേണ്ടി മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്ലിറ്റ് ഇടാനുള്ള ഭാഗത്തെ ഹിപ്പിൻ്റെ ആ അളവ് നമ്മൾ മാർക്ക് ചെയ്തു. അവിടെ നമ്മൾ 3/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടു. ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് ഇട്ടു, ഇവിടെ 1 ഇഞ്ച് ഇട്ടു, ഇവിടെ 1 ഇഞ്ച് ഇട്ടു, ഇവിടെ 3/4 ഇഞ്ച് ഇട്ടു. അങ്ങനെ നമ്മൾ തയ്യൽ തുമ്പിട്ട് നമ്മൾ കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്തു. കട്ട് ചെയ്യുന്നില്ല, കഴുത്തിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്യുന്നില്ല, കട്ട് ചെയ്യുന്നുമില്ല. കഴുത്തിൻ്റെ വീതി മാത്രം നമ്മൾ മാർക്ക് ചെയ്തു. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ആദ്യം പേപ്പർ സ്പ്രേയിൽ കഴുത്ത് വെട്ടി ഒട്ടിച്ചതിന് ശേഷം ഇതിൽ വെച്ചടിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ തുണി വെട്ടിയെടുക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഇത് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാത്തതും കഴുത്ത് വെട്ടാത്തതും. അതിനുശേഷം നമ്മളിവിടെ മുകളിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. അത് നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ ചെരിച്ചു വരച്ചു. അതിനുശേഷം ഈ ലൈനും ഷോൾഡറിൻ്റെ ലൈനും ചെസ്റ്റിൻ്റെ ലൈനും തമ്മിൽ ഉള്ള അകലം കണ്ടുപിടിച്ച് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു. ആ സെൻറ്ററിൽ നമ്മൾ ഈ സ്കെയിൽ വെച്ചുകൊണ്ട് നമ്മളതിൻ്റെ ആം ഹോള് മാർക്ക് ചെയ്തു. ഇതാണ് ലൈനിങ്ങിൽ നിന്ന് നമ്മൾ മുറിച്ചെടുക്കാനുള്ള അളവ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്രണ്ട് പീസ് തിരിക്കാം. ഇനി നമുക്കതിൻ്റെ അടിവശം നമുക്ക് ലെവൽ ചെയ്യാം.
അതിനുശേഷം നമ്മൾ ഈ മാർക്കിലെല്ലാം നമ്മൾ അടയാളപ്പെടുത്തണം. ഈ മാർക്കെല്ലാം നമ്മൾ അടയാളപ്പെടുത്തണം. അതായത് സ്ലിറ്റിനുള്ള മാർക്കാണിത്. ഇത് ഇടവണ്ണമാണ്, അല്ലെങ്കിൽ വയറിൻ്റെ അവിടെയുള്ള വണ്ണമാണ്. ഇത് ബ്രസ്റ്റിൻ്റെ അളവാണ്, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഇത് കൈക്കുഴിയുടെ അളവാണ്, അവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇത് കഴുത്തിൻ്റെ അകലമാണ്, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഇത് സെൻറ്ററാണ്, സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ലൈനിങ് അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് യഥാർത്ഥ ടോപ്പിൻ്റെ തുണിയല്ല, ലൈനിങ് തുണിയാണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ഇത് ഫ്രണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ഇതിനകത്ത് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ടിൻ്റെ മാർക്കിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ കൈക്കുഴി അല്ലെങ്കിൽ ആം ഹോള് വരയ്ക്കുന്ന ഒരു മാറ്റം മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ അത് മറിക്കാം. അപ്പോൾ നമ്മൾ ആം ഹോൾ ഇതിൽ മാർക്ക് ചെയ്തേക്കുന്ന ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു 3/4 ഇഞ്ച് മാറ്റി വരയ്ക്കണം. 3/4 ഇഞ്ച് അതുകൊണ്ട് ഷോൾഡറിൻ്റെ ആ പോയിന്റിൽ നിന്ന് ഈ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിലേക്ക് നമ്മളിങ്ങനെ ചേർത്ത് വരയ്ക്കണം. ഈ ആദ്യം നമ്മൾ വരച്ച ആമോളിൻ്റെ ഈ ലൈനിൽ നിന്ന് 3/4 ഇഞ്ച് നമ്മൾ മാറ്റി വരയ്ക്കുന്നു. ആ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ഈ ഷോൾഡറിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ആ 3/4 ഇഞ്ചിലേക്ക് നമ്മൾ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ കാണുന്നു. അതായത് 6.5 ഇഞ്ചാണ് അതിൻ്റെ സെൻറ്റർ, 3.25. എന്നിട്ട് ആ 3.25 നമ്മൾ ഈ സ്കെയിലിൻ്റെ സെൻറ്റർ മുട്ടിച്ചിട്ട് നമ്മളിതിൻ്റെ അടിവശം ഈ അടിവശത്തെ വരയിൽ നമ്മൾ ഇതിൻ്റെ അടിവശം മുട്ടിക്കുന്നു. അതിന് ശേഷം നമ്മൾ ഷേപ്പ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഷേപ്പ് വരയ്ക്കും. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലത്തെ കൈക്കുഴി അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ ആം ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് ആം ഹോൾ ഇതാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു. ഇതാണ് ഫ്രണ്ട് ആം ഹോൾ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിൽ, അപ്പോൾ ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ബാക്കിൽ ടക്ക് കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ബാക്കിൽ ടക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ അല്ലെങ്കിൽ കഴുത്തിൻ്റെ വീതി, ഈ ഷോൾഡറിൻ്റെ വീതി വന്ന് നിൽക്കുന്ന ആ പോയിന്റിൽ നിന്ന്, അല്ലെങ്കിൽ കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിന്റിൽ നിന്ന് നമ്മളതിൻ്റെ ബ്രസ്റ്റ് പോയിന്റ് കണ്ടുപിടിച്ചായിരുന്നു. ബ്രസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 9.5 ഇഞ്ച്. അതിനേക്കാൾ 1/2 ഇഞ്ച് താഴെ, 1/2 ഇഞ്ച് താഴെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിനേക്കാൾ 1/2 ഇഞ്ച് താഴെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അവിടെ നമ്മളിങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ, ഇതാണ് ഈ ടോപ്പിൻ്റെ ഇടവണ്ണം. ഈ ഇടവണ്ണം സെൻറ്റർ ആയിരിക്കത്തക്കവണ്ണം, അതായത് ഇപ്പോൾ ഇത് ഒരു 4.25 പോയിന്റ് വരും. അപ്പോൾ ഒരു 8.5 ഇഞ്ച് നമ്മൾ ടക്കിന് നീളം കൊടുക്കുകയാണ്. ഈ സ്ലിറ്റിൻ്റെ 1 ഇഞ്ച് മുകളിൽ നിന്നാലും മതി. അപ്പോൾ സ്ലിറ്റിൻ്റെ ലൈനിൽ നിന്ന് 1 ഇഞ്ച് മുകളിൽ വരെ നമുക്ക് വേണമെങ്കിൽ ടക്കിന് നീളം വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ സെൻറ്റർ വെച്ചുകൊണ്ട് ഞാനിങ്ങനെ ആ ടക്കിൻ്റെ നീളം മാർക്ക് ചെയ്തു. അതായത് 8.5 ഇഞ്ച്. നമ്മൾ അതിൻ്റെ പോയിന്റ് കണ്ടുപിടിച്ചത് ബ്രസ്റ്റ് പോയിന്റിൽ നിന്ന് 1/2 ഇഞ്ച് താഴെ ഇറക്കി, അതിൽ നിന്ന് നമ്മൾ ഈ ഇടവണ്ണത്തിൻ്റെ പോയിന്റ് സെൻറ്റർ കണ്ടുകൊണ്ട്
നമ്മൾ അതിന് ടക്കിന് നീളം കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ടക്കിൻ്റെ അകലം കണ്ടുപിടിക്കണം. അതായത് സൈഡിൽ നിന്ന് എത്ര ഇഞ്ച് അകലത്തിൽ വേണം ടക്ക് മാർക്ക് ചെയ്യാനെന്നുള്ള വിവരം നമ്മൾ കണ്ടുപിടിക്കണം. അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. ഈ ഇടവണ്ണം മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടുണ്ട്. ആ 1 ഇഞ്ച് നമ്മൾ മാറ്റി, പിന്നെ 1/2 ഇഞ്ച് നമ്മൾ ടക്കിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ മൊത്തം നമ്മൾ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. ആ 1.5 ഇഞ്ചിൽ നമ്മൾ തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക. ആ മടക്കാണ് നമ്മുടെ ടക്കിൻ്റെ അകലം. അതായത് ആ മടക്കിലേക്ക് എത്ര ദൂരമുണ്ടോ, അതായത് 3.25 ഇഞ്ച്. ആ 3.25 ഇഞ്ചാണ് സൈഡിൽ നിന്ന് ടക്കിനുള്ള അകലം. ഒന്നുകൂടി പറയാം. ഈ സെൻറ്റർ വണ്ണത്തിൻ്റെ ഈ ടക്കിൻ്റെ അകലം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ സെൻറ്റർ വണ്ണത്തിൽ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിട്ടു, പിന്നെ നമ്മൾ 1/2 ഇഞ്ച് ടക്കിന് കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ മൊത്തം 1.5 ഇഞ്ച്, ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ തുണി ആ മാർക്കിലേക്ക് ഇങ്ങനെ മടക്കുക. തുണി ഇങ്ങനെ ആ മാർക്കിലേക്ക് നമ്മൾ മടക്കിയതിന് ശേഷം ആ മടക്കിന് ആണ് നമ്മൾ ടക്കായിട്ട് അകലം, ഈ അതിൻ്റെ അകലം കണക്ക് കൂട്ടുന്നത് ടക്കായിട്ട് കാണുന്നത് ആ മടക്കാണ്. അപ്പോൾ ആ മടക്ക് നമുക്കിങ്ങനെ നേരെ വരയ്ക്കാം. ഇതാണ് ടക്ക്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. ആ സെൻറ്ററിൽ അതിൻ്റെ ലൈനിൽ നമ്മൾ 4 ഇഞ്ച് വീതം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 2 സൈഡിലേക്കും നമ്മൾ 4 ഇഞ്ച് വീതം നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് നമ്മൾ മുകളിലത്തെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ചെരിച്ച് വരയ്ക്കുന്നു. അവിടെ നിന്ന് താഴത്തെ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ ചെരിച്ച് വരയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ അങ്ങേ സൈഡിലുള്ളതും ചെരിച്ച് വരച്ചു. മുകളിൽ നിന്ന് താഴേക്കുള്ള സെൻറ്ററിലേക്ക് അതും ചെരിച്ച് വരച്ചു. ഇതാണ് നമ്മുടെ ടക്ക്. ഇനി നമ്മളൊരു ടോയിൻ സൂചി എടുത്തിട്ട് ആ ടക്കിൻ്റെ എല്ലാ പോയിന്റുകളും നമ്മൾ മാർക്ക് ചെയ്യുക. മുകളിലത്തെ പോയിന്റ്, അതുപോലെ തന്നെ സെൻറ്ററിലെ പോയിന്റ്, അതേപോലെ തന്നെ താഴത്തെ പോയിന്റ്. അങ്ങനെ ഈ എല്ലാ പോയിന്റുകളും നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം തിരിച്ചിടുക. എന്നിട്ട് നമ്മൾ സൂചിക്ക് കുത്തി മാർക്ക് ചെയ്ത ആ പോയിന്റുകൾ നമ്മളിങ്ങനെ സ്കെയിലെടുത്ത് നേരെ മാർക്ക് ചെയ്യുക. സ്കെയിൽ കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അത് സെൻറ്ററാണ്, അടിവശം. അതിനുശേഷം നമ്മൾ ആ സെൻറ്ററിൻ്റെ വീതിക്ക് വേണ്ടി 4 ഇഞ്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നമ്മൾ മാറ്റി അത് ഇവിടെയും നമ്മൾ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ മുകളിലത്തെ പോയിന്റിൽ നിന്ന് താഴത്തെ സെൻറ്ററിലെ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ സ്കെയിൽ ചെരിച്ച് വെച്ച് വരയ്ക്കും. അപ്പോൾ ഇതാണ് ടക്ക്. അപ്പോൾ അപ്പുറത്തെ ടക്കും ഈ വശത്തെ ടക്കും ഒരേപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആ ലൈനിൽ അടിക്കുകയാണെങ്കിൽ 2 ടക്കും ഒരേപോലെ ഒരേ വീതിയിൽ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ടക്ക് മാർക്ക് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് അതിൻ്റെ സ്ലീവാണ്. അപ്പോൾ നമുക്ക് ബോഡി പാർട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് 2 സ്ലീവ് ഒപ്പം കട്ട് ചെയ്താൽ തുണിക്ക് ജോയിൻ്റ് വരും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു സ്ലീവ് ആദ്യം കട്ട് ചെയ്ത് കാണിക്കാം. പിന്നീട് മറ്റൊരെണ്ണം കട്ട് ചെയ്ത് അതിനൊരു ജോയിൻ്റ് കൊടുത്ത് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ലീവ് ഞാൻ കട്ട് ചെയ്യാം. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ അതിൻ്റെ തേര് ഭാഗം നമ്മൾ മുറിച്ച് കളയാനായിട്ട് നമ്മൾ ആദ്യം അത് ലെവൽ ചെയ്യണം. അങ്ങനെ വരച്ചിടണം. ആ തേര് നമ്മൾ മുറിച്ച് കളയാനുള്ളതാണ്. അതിനുശേഷം നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 4 ഇഞ്ചിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. അത് നമുക്ക് അകത്തേക്ക് അടിച്ചു മറിക്കാനുള്ള തയ്യൽ തുമ്പാണ്. ആ 4 ഇഞ്ച് വീതിയിൽ നമ്മൾ വരയ്ക്കണം. ആ 4 ഇഞ്ചിന് ശേഷം നമ്മൾ മുകളിലേക്ക് കൈയുടെ ഇറക്കം മാർക്ക് ചെയ്യുന്നു. അതായത് 14.5 ഇഞ്ചാണ്. അതിനുശേഷം നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്യുന്നു. നമ്മൾ ആ മാർക്ക് 14.5 ഇഞ്ച് കൈയുടെ നീളം, 4 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് അതിൽ മാർക്ക് ചെയ്യേണ്ടത് കൈയുടെ കൈക്കുഴി എത്ര ഇറങ്ങണമെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ടോപ്പിൽ നിന്ന് കൈയുടെ ലൂസ് എടുത്തത് എത്രയാണോ ആ ലൂസ് നമ്മൾ ആദ്യം ഇവിടെ മാർക്ക് ചെയ്യണം.
അതായത് ടോപ്പിൽ നിന്ന് നമ്മൾ കൈയുടെ ലൂസ് എടുത്തത് 6 ഇഞ്ചാണ്. അപ്പോൾ ആ 6 ഇഞ്ച് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ കൈയുടെ കൈക്കുഴി എവിടെ വന്ന് നിൽക്കുന്നോ അവിടുത്തെ ലൂസായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം അത് അല്പം കൂടി താഴേക്ക് അതേ 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളത് നേരെ വരയ്ക്കുകയാണ്. അങ്ങനെ നേരെ വരച്ച ആ ലൈനിൽ അപ്പോൾ നമ്മൾ കൈക്കുഴിയാണ് ഇനി എത്ര ഇറങ്ങണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ടാണ്. അപ്പോൾ അതിനുള്ള മെത്തേഡെന്ന് പറയുന്നത്, നമ്മുടെ കൈക്കുഴി നമ്മൾ അളവെടുത്തപ്പോൾ അതിന് 8 ഇഞ്ച് കിട്ടി. അപ്പോൾ ആ 8 ഇഞ്ച് അതിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതായത് 7.25 ഇഞ്ച്. അപ്പോൾ അതെങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 6 ഇഞ്ച് ലൂസ് നമ്മൾ മാർക്ക് ചെയ്ത ആ ലൈനിലേക്ക് 7.25 ഇഞ്ച്, അതായത് 8 ഇഞ്ചിൽ നിന്ന് 4 ഇഞ്ച് കുറച്ച് 7.25 ഇഞ്ച് ടേപ്പ് ഇങ്ങനെ വയ്ക്കുമ്പോൾ ആ ലൈനിൽ എവിടെയാണോ ടേപ്പിൻ്റെ തുമ്പ് മുട്ടുന്നത് അവിടെയാണ് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 6 ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്ത ആ ലൈനിൽ നമ്മൾ ടേപ്പ് ഇങ്ങനെ 7.25 ഇഞ്ച് ചെരിച്ചു വയ്ക്കുന്നു. അതായത് കൈയുടെ എൻഡിലേക്ക് നമ്മളിങ്ങനെ ടേപ്പ് ചെരിച്ചു വയ്ക്കുമ്പോൾ ടേപ്പിൻ്റെ എൻഡ് എവിടെയാണോ മുട്ടുന്നത് അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കൈക്കുഴി എത്ര ഇറങ്ങണം എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള മാർഗം. അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ മുൻകൈയുടെ ലൂസ് മാർക്ക് ചെയ്യണം. മുൻകൈയുടെ ലൂസ് മൊത്തം 9 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 4.5 ഇഞ്ച്. ആ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇനി നമ്മൾ അതിൻ്റെ ആ ലൂസിൻ്റെ പോയിൻ്റ് നമ്മൾ നേരെ വരയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. 6 ഇഞ്ചിൻ്റെ സെൻറ്റർ 3 ഇഞ്ച്. ഇനി കൈക്കുഴിയുടെ ഇറക്കത്തിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതായത് 4.5 ഇഞ്ചാണ്. 4.5 ഇഞ്ചിൽ നിന്ന് പകുതി 2.25 ഇഞ്ച്. ആ 2.25 ഇഞ്ചിൽ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ലൂസിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടു. കൈക്കുഴി ഇറങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ എത്ര ഇറങ്ങിയിരിക്കുന്നോ അതിൻ്റെ സെൻറ്ററും നമ്മൾ കണ്ടു. അപ്പോൾ ആ സെൻറ്ററിൽ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് വേണം കൈക്കുഴിയുടെ ഷേപ്പ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ലൂസിൻ്റെ സെൻറ്റർ, ഇതാണ് കൈക്കുഴിയുടെ ഇറക്കത്തിൻ്റെ സെൻറ്റർ. അപ്പോൾ ഈ സെൻറ്ററിൽ സ്കെയിൽ വെച്ചിട്ട് വേണം നമ്മൾ കൈക്ക് ഷേപ്പ് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ അത് സ്കെയിൽ മുട്ടി നിൽക്കണം. അതുപോലെ താഴത്തെ ലൈനിൽ സ്കെയിലിൻ്റെ താഴെ ഭാഗം മുട്ടി നിൽക്കണം. അങ്ങനെയാണ് നമ്മൾ ഷേപ്പ് വരയ്ക്കുന്നത്. ഇത് കണ്ടോ, സെൻറ്ററിൽ ഇങ്ങനെ മുട്ടി നിൽക്കണം. അതിനുശേഷം നമ്മൾ തിരിച്ചു വെച്ചിട്ട് സ്കെയിൽ മുകളിലേക്ക് നമ്മൾ ഷേപ്പ് കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് കൈക്കുഴിയുടെ ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ സ്കെയിൽ വെച്ചു, താഴേക്ക് വരച്ചു. ഇനി നമ്മൾ അതിൻ്റെ മുൻകൈയുടെ ലൂസും റിഗാളിൻ്റെ ലൂസും തമ്മിൽ ബന്ധിപ്പിച്ചു. അതിന് നമ്മൾ തയ്യൽ തുമ്പും വരച്ചു. ആണ് തയ്യൽ തുമ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ കൈ എന്ന് പറയുന്നത്. നമ്മൾ അളവെടുത്ത ടോപ്പിൻ്റെ കൈ ഇതാണ്. അപ്പോൾ ആ ടോപ്പിന് 8 ഇഞ്ച് റിഗാളാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് വരച്ച് കഴിഞ്ഞപ്പോൾ 8 ഇഞ്ച് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ 8 ഇഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ ടേപ്പ് കറക്റ്റായിട്ട് വെച്ച് നമ്മളിങ്ങനെ അളന്ന് നോക്കണം. റിഗാൾ 8 ഇഞ്ചാണ് വേണ്ടത്. നമുക്ക് 8 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. ഇതിപ്പോൾ കറക്റ്റ് 8 ഇഞ്ചാണ്. അപ്പോൾ റിഗാൾ കറക്റ്റായിട്ടുണ്ട്, കൈക്കുഴി കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതിൻ്റെ തേര് മുറിച്ച് കളയാം. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത്, ഇതാണ് കൈയുടെ സെൻറ്റർ. നമുക്കൊരു 4 ഇഞ്ച് മുൻകൈ, കൈയുടെ മുൻവശം ഏതാണെന്ന് നമുക്ക് കുഴിച്ചു വെട്ടേണ്ടതുണ്ട്.
അപ്പോൾ അതിനൊരു 1/4 ഇഞ്ച് നമ്മളിങ്ങനെ കുഴിച്ച് എടുത്തു കളയുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൈയുടെ മുൻവശം. അപ്പോൾ നമ്മൾ കൈ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ മാർക്ക്, അതായത് അതിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യണം. അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മടക്കി അടിക്കാനുള്ള തുമ്പിൻ്റെ അവിടെയും അത് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യണം. അത്രയും വീതിക്ക് നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ്, ഉള്ളിലേക്ക് തയ്ച്ച് മറിക്കാനുള്ളതാണ്. അപ്പോൾ അതും നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ കൈ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു കൈയാണ് കട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി മറ്റേ കൈ ഒരുമിച്ച് കട്ട് ചെയ്യാനുള്ള തുണി ഇല്ലാത്തത് കൊണ്ട് അത് പിന്നെ കട്ട് ചെയ്ത് നമുക്ക് അതിനൊരു ജോയിൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. അതേപോലെ ഇത് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ പങ്കുവയ്ക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക്സ്.